യെസ്, വെൽക്കം ബാക്ക് ടു റേസ് ഐഗൺ. ഇനി എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അവരുടെ മുന്നിൽ. അതെ, കറക്റ്റ് ആയിട്ട് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഒരുമിച്ചാൽ നിങ്ങൾക്ക് A+ലേക്ക് എത്താം അല്ലേ? അവരുടെ ഒരു സംശയം, ഇനി പഠിച്ചു തുടങ്ങിയാൽ A+ കിട്ടുമോ, അല്ലെങ്കിൽ നല്ലൊരു മാർക്കിലേക്ക് സ്കോറിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതാണ് സംശയം. മക്കൾ മനസ്സിലാക്കേണ്ടത് എക്സസ് സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് ഏത് ചാപ്റ്റേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞു പഠിച്ചാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ ഈ 2 ചാപ്റ്റർ നിങ്ങൾ ആ സിലബസിൽ 2 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ ഫുൾ മാർക്ക് പാസ് മാർക്കിലേക്ക് എത്തുന്ന ചാപ്റ്റർ ഇതിലുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഓരോ ചാപ്റ്ററിന്റെയും വെയിറ്റേജ് നോക്കുന്നുണ്ട്, കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ടുള്ള വെയിറ്റേജ്. അതേപോലെ പബ്ലിക് എക്സാമിന്റെ ടൈം ടേബിളും മോഡൽ എക്സാമിന്റെ എക്സ്പെക്ടഡ് ടൈം ടേബിളും നമ്മൾ കാണാൻ പോവാണ്. ആദ്യം മാത്തമാറ്റിക്സ് ആണ്. നോക്കിക്കോളൂ, ആദ്യത്തെ ചാപ്റ്റർ സെറ്റ്സിൽ നിന്നും 4 മാർക്കാണ് വെയിറ്റേജ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. റിലേഷൻസ് ഫങ്ഷൻസ് 5.5, ചോയ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് 5.5 ഉണ്ട്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷനും 5.5 ആണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ 5 മാർക്കാണ്. 6.5 ആണ് വെയിറ്റേജ് ഇൻക്ലൂഡ് ചെയ്തത് പറയാം. പിന്നെ കോംപ്ലക്സ് നമ്പർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾക്ക് 3 മാർക്കാണ് വെയിറ്റേജ്, അതായത് ഇൻക്ലൂഡിംഗ് ചോയ്സ് മാർക്കുകൾക്ക് 4 മാർക്ക് ഉണ്ട്. ലീനിയർ ഇനീക്വാലിറ്റീസിൽ നിന്ന് 4 മാർക്കും പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ നിന്ന് 6.5, ബൈനോമിയൽ തിയറത്തിൽ നിന്ന് 4 മാർക്കുമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് ഇവർ ഒരുപക്ഷേ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നത്. ട്രിഗണോമെട്രി ഒരുപാട് പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയാന്നുള്ള ഓരോ സബ്ജക്റ്റിന്റെയും സ്റ്റഡി പ്ലാൻ അതായത് ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് കാട്ടിത്തരും. സീക്വൻസ് ആൻഡ് സീരീസ് 6.5 ആണ്. സ്ട്രെയിറ്റ് ലൈൻ 6.5. കോണിക് സെക്ഷൻ 5 മാർക്ക് 6.5 ആണ്. ചോയ്സ് അടക്കം ചോയ്സ് ഇൻക്ലൂഡഡ് മാത്രമേ. ഇൻട്രൊഡക്ഷൻ ടു 3D 4 മാർക്സ് ആണ്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് 8 മാർക്കും സ്റ്റാറ്റിസ്റ്റിക്സ് 6.5ഉം പ്രോബബിലിറ്റിയിൽ നിന്നും 5.2 മാർക്കുമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വെയിറ്റേജ് അനുസരിച്ച് ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് ആദ്യം തന്നെ പഠിക്കുക. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് പഠിക്കാതെ പോവരുത് അല്ലേ? ഒരുപക്ഷെ സെക്കൻഡ് ഇയറിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ചാപ്റ്റർ ആണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്. റെഡി? ഇപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഫസ്റ്റ് ടേമിലെ ചാപ്റ്റേഴ്സ് ഉൾപ്പെടെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദെൻ ഫിസിക്സിലേക്ക് കടക്കാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ് ആദ്യത്തെ. 5.2 ആണ്. മോഷൻ സ്ട്രെയിറ്റ് ലൈൻ 6.5, മോഷൻ ഇൻ എ പ്ലെയിൻ 8 മാർക്ക്, ലോസ് ഓഫ് മോഷൻ 8 മാർക്ക്. യെസ്, വർക്ക് എനർജി പവറിൽ നിന്നും 6.5 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷനിൽ നിന്ന് 6.5, ഗ്രാവിറ്റേഷൻ 6.5, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് 2.5. കമ്പാരിറ്റീവ്ലി ചെറിയ ചാപ്റ്റർ ആണ് സോളിഡ്സ് അല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് അറിഞ്ഞു പഠിക്കാൻ. ദെൻ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. സോളിഡ്സ് ചെറുതാണെങ്കിൽ ഫ്ലൂയിഡ്സ് വലിയ ചാപ്റ്റർ ആണ്. 10 മാർക്ക്. അപ്പൊ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ചാപ്റ്റർ അത് തന്നെയായിരിക്കും. കാരണം ആദ്യം പഠിക്കുന്ന ചാപ്റ്ററിന് റിവൈസ് ചെയ്യാൻ കൂടുതൽ സമയം കിട്ടും, റിവിഷന് കൂടുതൽ സമയം കിട്ടും. അപ്പൊ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ പഠിച്ചു വെച്ചിട്ട് അത് നന്നായിട്ട് റിവൈസ് ചെയ്യാം. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ 4 മാർക്ക്, തെർമോഡൈനാമിക്സ് 4 മാർക്ക്, കൈനറ്റിക് തിയറി 2.5 മാർക്ക്. യെസ്, ഓസിലേഷൻ 4 മാർക്ക്, വേവ്സ് 5.2. അപ്പൊ എനിക്കൊരു വേവ്സും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സും അതേപോലെ മോഷൻ ഇൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് ആണ്. ഈ ഉള്ള ചാപ്റ്റേഴ്സ് ആദ്യം തന്നെ കവർ ചെയ്ത് വെക്കുക, പഠിച്ച് സെറ്റ് ആക്കി വെക്കുക. ബാക്കിയുള്ളത് പിന്നെ നമുക്ക് വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ ലാസ്റ്റ് ടൈമിൽ പഠിച്ചാൽ മതി. ഓക്കെ, റിവിഷൻ ഏറ്റവും നന്നായിട്ട് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആദ്യം തന്നെ നോക്കുക. ദെൻ കെമിസ്ട്രി, പിന്നെ നമ്മളെ സ്വന്തം കെമിസ്ട്രിയിലേക്ക് കിടക്കണം അല്ലേ? സ്വന്തം കെമിസ്ട്രിയിലേക്ക് കിടക്കണം. വളരെ കുറഞ്ഞ ചാപ്റ്റർ, 9 ചാപ്റ്റർ, എല്ലാ ചാപ്റ്റേഴ്സിനും നല്ല വെയിറ്റേജ് ഉണ്ട് അല്ലേ? അതെ, ആദ്യത്തെ ചാപ്റ്റർ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി 8 മാർക്കാണ്. ഒരു പക്ഷേ അതിൽ വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ എന്നുള്ളതാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണ്, ബട്ട് 9 മാർക്സ് അവിടെ നിന്ന് വരുന്നു. പക്ഷേ 9 മാർക്സ് വരുന്ന അതിൽ എന്താ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലേ? ഒരുപാട് സ്ട്രെയിൻ ഒന്നും അല്ല. അതേപോലെ ക്ലാസിഫിക്കേഷൻ ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്, ഒരു 8 മാർക്ക് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അതായത് അതിലെ ഡിഫറൻസ് എന്താണ്? സ്ട്രക്ചർ ഓഫ് ആറ്റം നിങ്ങൾ ഒരുപാട് ടൈം എടുത്ത് പഠിക്കണം. അതിന്റെ 1/4 ടൈം മതി ക്ലാസിഫിക്കേഷൻ പഠിക്കാൻ. 8 മാർക്ക്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കെമിക്കൽ ബോണ്ടിങ് 9 മാർക്കാണ്. ക്ലാസിഫിക്കേഷനും ബോണ്ടിങ്ങും നോക്കുകയാണെങ്കിൽ ബോണ്ടിങ്ങിന്റെ ഒരു 4/1 മാത്രമാണ് ക്ലാസിഫിക്കേഷനിൽ പഠിക്കാനുള്ളൂ. പക്ഷെ മാർക്കിന് ഒരുപാട് വേരിയേഷൻ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. 2-3 മാർക്കേ ബോണ്ടിങ്ങിൽ നിന്ന് കൂടുതൽ വരാൻ. അതാണ് ഞങ്ങൾ പറഞ്ഞ അറിഞ്ഞു പഠിച്ചാൽ A+ലേക്ക് എത്താൻ വലിയ സമയമൊന്നും വേണ്ട എന്ന് പറയാൻ കാരണം. അപ്പൊ ഇനിയും പഠിച്ചു തുടങ്ങാത്ത കുട്ടികൾ ആദ്യം പഠിക്കേണ്ട ചാപ്റ്റർ ഇതൊക്കെയായിരിക്കും. തെർമോഡൈനാമിക്സ് 8 മാർക്ക്, ഇക്വിലിബ്രിയം 9 മാർക്ക് എക്സ്പെക്ട് ചെയ്യും. റിഡോക്സ് റിയാക്ഷൻ 6.5, അതിലൊരു 4 മാർക്കും ബാലൻസിംഗിൽ നിന്ന് തന്നെയായിരിക്കും വരിക. അപ്പൊ ബാലൻസിംഗ് എന്നുള്ള ഒരു ഒറ്റ ടോപ്പിക് അരമണിക്കൂർ ഇരുന്ന് പഠിച്ചാൽ 4 മാർക്ക് കിട്ടിയ ബാക്ക്ബോൺ ഓഫ് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. അത് പഠിക്കാതെ സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് പോകാനാവില്ല.
11 മാർക്കാണ് വെയിറ്റേജ്. ഈ 2 ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇതില്ലാതെ നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ ഇല്ല എന്നുള്ള. ഈ 2 ചാപ്റ്റർ പഠിക്കാതെ സെക്കൻഡ് ഇയറിലേക്ക് ഈ 2 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ പാസ് മാർക്ക് ഉറപ്പാണ്. 2 ചാപ്റ്ററിലൂടെ പാസ് മാർക്കിലേക്ക് എത്താൻ അത് 11, 11, 22 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഒരു 24 മാർക്കൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു പാസ് മാർക്ക് ഈ 2 ചാപ്റ്ററിൽ നിന്നും റിഡോക്സിന്റെ ബാലൻസിംഗും ഈ ഓർഗാനിക് 2 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് അറിയാമെങ്കിൽ പാസ് മാർക്ക് ആ 3 ചാപ്റ്ററിൽ നിന്ന് ഉറപ്പാണ്. യെസ്, ഇനി ബയോളജിയിലേക്ക് വരാണ്. ബോട്ടണിയാണ് ആദ്യം. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ 4.6, പ്ലാൻ കിങ്ഡം 3 മാർക്ക്, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് 4 മാർക്ക്, അനാറ്റമിക്ക് 4 ആണ്, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് 4 മാർക്ക്, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ 4 മാർക്ക്, ഫോട്ടോസിന്തസിസ് ആണ് 6.5. ഹൈയസ്റ്റ് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു ചാപ്റ്റർ ആണ്. റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് 5.5, പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് 5.5. യെസ്, അപ്പോൾ വെയിറ്റേജ് അറിഞ്ഞ് തന്നെ പഠിക്കുക. ലാസ്റ്റ് നമ്മൾ സുവോളജിയിലേക്ക് കിടക്കാം. ലിവിംഗ് വേൾഡ് 1.5, അനിമൽ കിങ്ഡം 8 മാർക്ക്. ആനിമൽ കിങ്ഡം, അപ്പൊ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ചാപ്റ്റർ ആനിമൽ കിങ്ഡം ആയിരിക്കണം. 8 മാർക്കാണ്, കാരണം ഏറ്റവും കൂടുതൽ റിവൈസ് ചെയ്യാൻ അപ്പൊ ആ ഒരു ചാപ്റ്ററിനായിരിക്കും സമയം കിട്ടുക. ഒരു പക്ഷേ നിങ്ങളെ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ നിങ്ങൾ ഏറ്റവും കുടുക്കിയ ചാപ്റ്റർ ആനിമൽ കിങ്ഡം തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്ന വിചാരിക്കുന്നല്ലേ. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ വെയിറ്റേജ് കുറവാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 3 മാർക്കാണ്. ബയോമോളിക്യൂൾസ് 4 മാർക്കാണ്. ബയോമോളിക്യൂൾസ് നിങ്ങൾക്ക് +2 കെമിസ്ട്രിയിൽ യൂസ്ഫുൾ ആയിരിക്കും. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് 4 മാർക്ക്, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ 4 മാർക്ക്, respiratory protectant and elimination 4 മാർക്ക്, locomotion and movement 4 marks. Then neural control and coordination 4 marks, chemical coordination and integration 4 marks. So ഇത്രയും ആയിരിക്കും വെയിറ്റേജ്. അപ്പോൾ വെയിറ്റേജ് അറിഞ്ഞ് തന്നെ പഠിക്കുക. ആൻഡ് പാറ്റേണിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. ഇത്തവണ എന്താണ് അത്യത നോക്കി ഈ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിയാൽ നമ്മൾ ഓൾറെഡി ഈ ക്വസ്റ്റിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നും എക്സാമ്പിൾ ഒക്കെ മാറ്റി ചോദിച്ചിട്ടുണ്ട്. ഒരു 10 വർഷമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, അതിന് എക്സാമ്പിൾ മാത്രം, അതിൽ കോൺസെപ്റ്റോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല, എക്സാമ്പിൾ അങ്ങ് മാറ്റി. NCERT ഒന്ന് വൃത്തിയായിട്ട് റീഡ് ചെയ്താൽ തന്നെ മൊത്തം ഇരുന്ന് വായിക്കണം എന്നൊന്നുമല്ല. എല്ലാ സബ് ടോപ്പിക്കിനെയും കുറിച്ചും ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ മാറിയ പാറ്റേൺ അനുസരിച്ച് പഠിക്കുക. എന്തായാലും 60-70% തന്നെയായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. പിന്നെ NCERT ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ്, NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഓക്കേ, 30% മാത്രമല്ലേ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി പബ്ലിക് എക്സാം അല്ല, അതിന് മുൻപ് നിങ്ങൾ മോഡൽ എക്സാം ആണ് നേരിടാൻ പോകുന്നത്. അപ്പൊ മോഡൽ എക്സാമിന് ഒരു എക്സ്പെക്ടഡ് ടൈം ടേബിൾ ആണ്. ഓൾറെഡി നമ്മൾ ഇത് കാണിച്ചിരുന്നു, മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ കാണിച്ചിരുന്നു, ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഒരു ദിവസം 2 എക്സാം 15-ാം തീയതി അല്ലേ, കഴിഞ്ഞ വർഷത്തെയാണ്. അപ്പൊ കുട്ടികൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്, കുറെ കുട്ടികളൊക്കെ കമന്റ് ചെയ്തു ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നത് എന്താണ്. പക്ഷെ ശരിക്കും ആ ഒരു പേടി നിങ്ങൾക്ക് ആവശ്യമാണ്. ചില സമയത്ത് പേടി നല്ലതാണ്. അതായത് ഈ അവസാന നിമിഷം നമ്മൾ പേടിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം സെക്കൻഡ് ഇയറിന്റെ ടൈം ടേബിൾ കണ്ടാലാണ് മക്കൾക്ക് മനസ്സിലാവുന്നത് ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാതെയാണ് വന്നിരിക്കുന്നത് ഇംപ്രൂവ്മെന്റ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവര് ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് ചെന്ന ഉടനെ അവർക്ക് പ്രാക്ടിക്കലിന്റെ മോഡൽ തുടങ്ങി. ഇപ്പൊ ആ കുട്ടികൾ കമന്റ് ചെയ്യുന്നത് കാണാം, വൈവയ്ക്ക് പഠിക്കണം, ഈ തിയറി പഠിക്കണം, അതിനിടയിൽ റെക്കോർഡ് എഴുതണം, ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട്, എല്ലാം കൂടി ഒരുമിച്ച് പറ്റുന്നില്ല. അവരുടെ വിഷമം കണ്ടിട്ടാണ്. ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരരുതെന്ന്. ഒരു 10 ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഫുൾ മാർക്ക് അടിച്ചേനെ എന്ന് പറയുന്ന ഒരു അവസ്ഥ മക്കൾക്ക് വരരുത്. ഇപ്പോഴേ പഠിച്ചോളൂ. കഴിഞ്ഞ മോഡൽ എക്സാം നോക്കുകയാണെങ്കിൽ 15-ാം തീയതി മോർണിംഗ് സെക്കൻഡ് ലാംഗ്വേജ്, അതേ ദിവസം ഉച്ച കഴിഞ്ഞ് ഫസ്റ്റ് ഇംഗ്ലീഷിന്റെ എക്സാം വന്നു. പിറ്റേ ദിവസം എന്താണ് 16-ാം തീയതി കെമിസ്ട്രി കൊണ്ട് ബയോളജി. നിങ്ങൾ ആലോചിക്കുക, വലിയ 2 ടോപ്പ്. അതെ, 2 സബ്ജക്റ്റുകൾ ഒരു ദിവസം ഒരു നൈറ്റ് ആണ് ഈ 2 സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് കിട്ടിയത്. 20th പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസും ഫിസിക്സും രണ്ടും ഒരേ ദിവസമാണ്. തൊട്ടടുത്ത ദിവസം മാത്തമാറ്റിക്സും ഉണ്ട്. അപ്പോൾ ഒരു സബ്ജക്ട് 2 സബ്ജക്ട് ഒക്കെ പഠിക്കാൻ ഒരു രാത്രി മാത്രമാണ് കിട്ടുക. അപ്പോൾ തലേ ദിവസം മാത്രം പഠിച്ച് പാസ്സാവുന്ന കുട്ടികളുണ്ട്. നമുക്കറിയാം, നമ്മൾ ആ ഒരു സ്റ്റേജിൽ. പക്ഷെ അതിന് ലിമിറ്റേഷൻസ് വന്നിട്ടുണ്ട്. നിങ്ങളെ ആ PYQ നിന്ന് മാറിയിട്ട് ചെറിയ ലിമിറ്റേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അതെ. സോ ഈ ഒരു ടൈം ടേബിൾ അറിഞ്ഞു പഠിക്കുക. എന്തായാലും മോഡൽ എക്സാം കഴിഞ്ഞ് ഒരു 14 ദിവസം കഴിഞ്ഞ് പബ്ലിക് എക്സാം ഉണ്ട്. അപ്പൊ പബ്ലിക് എക്സാമിന്റെ ടൈം ടേബിൾ വന്ന സ്ഥിതിക്ക് പഠിച്ചു തുടങ്ങാൻ നിങ്ങളുടെ മുന്നിൽ എല്ലാ അവസരങ്ങളും ഉണ്ട്, സമയമുണ്ട്. അവർക്ക് ഗ്യാപ്പ് ഉണ്ട്, കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. പബ്ലിക് എക്സാമിന് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. എന്നാൽ പോലും സേഫ് ആയിരിക്കാം. മോഡൽ എക്സാം പബ്ലിക് എക്സാം പോലെ തന്നെ മോഡലിനെ കൺസിഡർ ചെയ്യുക. ഒരു കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി പഠിക്കുക. ഇനിയും ഒരുപാട് ഒരു ഇൻഫോർമേഷൻസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തും. മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ വന്നാൽ ഉടൻ അതിന്റെ അപ്ഡേറ്റ് എത്തിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ എല്ലാ വീഡിയോസും ലൈവ് ക്ലാസ്സുകളും ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്താണ്, ഏത് സബ്ജക്റ്റിന്റെ ലൈവ് ആണ് അല്ലെങ്കിൽ ഏത് കോണ്ടന്റ് ആണ് വേണ്ടതെന്നൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറെ ഒരു ചാനലും കൊടുക്കാതെ നമ്മൾ NCERT ഫോക്കസ്ഡ് ആയിട്ട് അല്ലെ, NCERT പുതിയ പാറ്റേണുള്ള ക്വസ്റ്റ്യനും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക, അറിയിക്കുക മക്കളെ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ.